സൂറത്തുൽ ഹജ്ജിലെ 24-ാമത്തെ വാക്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്. അള്ളാഹു പഴപ്പിച്ചവർക്ക് നരകം, അള്ളാഹു തന്നെ വഴികാട്ടിയവർക്ക് സ്വർഗം എന്നൊക്കെ പറഞ്ഞ് ആ സ്വർഗത്തിലുള്ള ഒരു വിഭവം വിശദീകരിച്ചുകൊണ്ടാണ് 24-ാമത്തെ വാക്യം അവസാനിക്കുന്നത്. വാക്കുകളിൽ ഉത്തമമായതിലേക്കാണ് അവരെ വഴികാട്ടിയത്, സ്തുതിയർഹനായ അള്ളാഹുവിൻ്റെ പാതയിലേക്കാണ് അവരെ വഴികാട്ടിയത് എന്നാണ്. സ്തുതി അർഹിക്കുന്നവനാണ് അള്ളാഹു എന്ന ആ വാദം അതേ വാക്യത്തിൽ പറയുന്ന കാര്യവുമായി പോലും പൊരുത്തപ്പെടുന്നില്ല. ഖുർആനിൽ ഉടനീളം അള്ളാഹുവിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കഥ മൊത്തം പരിശോധിച്ചാലും അള്ളാഹു സ്തുതി അർഹിക്കുന്ന ഒരാളായിട്ട് നമുക്കാർക്കും ബോധ്യപ്പെടുകയില്ല. കാരണം താൻ ഇച്ഛിക്കുന്നവരെ താൻ വഴിപേപ്പിക്കും, താൻ ഇച്ഛിക്കുന്നവരെ നേർവഴിയിലാക്കും. അങ്ങനെ 1999 ആളുകളെയും താൻ വഴിപഴപ്പിച്ച് നരകത്തിൻ്റെ കുണ്ടിൽ കൊണ്ടേ എറിയും. എന്നിട്ട് അവരവിടെ കാലാകാലം കത്തിയെരിഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ അത് കണ്ടുകൊണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കും എന്ന് പറയുന്ന ഒരു അള്ളാഹു എന്ത് തരം സ്തുതിയാണ് അർഹിക്കുന്നത്? അങ്ങനെ ഒരു അള്ളാഹു ക്രൂരനായ, കൊടും ക്രൂരനായ, സാഡിസ്റ്റായ, മനോരോഗിയായ ഒരു അള്ളാഹു സ്തുതിയല്ല അർഹിക്കുന്നത്, പുച്ഛവും പരിഹാസവും അവജ്ഞയും മാത്രമേ അർഹിക്കുന്നുള്ളൂ എന്ന് അവിടെ തന്നെ കാണാം. മാത്രമല്ല അള്ളാഹു സ്വയം എന്നെ സ്തുതിക്കൂ, ഞാനാണ് സ്തുതി അർഹിക്കുന്നവൻ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ തന്നെ സ്തുതി അർഹിക്കുന്നില്ല എന്നതിന് വേറെ തെളിവ് നോക്കേണ്ട കാര്യമില്ല. നമുക്കൊരാൾ എന്തെങ്കിലുമൊക്കെ അനുഗ്രഹങ്ങൾ തന്നു, അല്ലെങ്കിൽ ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തു തന്നു എങ്കിൽ അയാൾ തന്നെ പിന്നെ നമ്മളെ പിന്നാലെ എങ്ങനെ എന്നോട് നന്ദി കാണിക്കടാ, എന്നെ സ്തുതിക്കടാ, എന്നെ പുകഴ്ത്തടാ എന്നും പറഞ്ഞിട്ട് കത്തിയും വാളും കാണിച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ പിന്നെ അയാൾ സ്തുതിയല്ല അർഹിക്കുന്നത്, അയാളൊരു അല്പനാണ് എന്നല്ല അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് അള്ളാഹു സ്തുതി അർഹിക്കുന്നവനാണ് എന്ന് അള്ളാഹു തന്നെ പറയുന്നതോടുകൂടി തന്നെ അള്ളാഹുവിന് സ്തുതി അർഹിക്കാത്ത ആളായി മാറി, അള്ളാഹു ദൈവമല്ലാതായി മാറി, അള്ളാഹുവിന് കാര്യമായ എന്തോ കുഴപ്പമുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. എന്തായാലും അടുത്ത വാക്യം മുതൽ വിഷയം മാറുകയാണ്. 25-ാമത്തെ വാക്യം, നിശ്ചയമായും അവിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തടയുകയും ചെയ്യുന്നവർ, അതിൽ അന്യായമായി അക്രമം ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നവർ, വേദനയേറിയ ശിക്ഷ നാം അവനെ ആസ്വദിപ്പിക്കുന്നതാണ്. ഈ വാക്യത്തിൽ യാതൊരു ഗ്രാമറും ഇല്ല, വാക്യത്തിൽ വാചകപരമായ പൂർണ്ണതയില്ല. അത് അർത്ഥമുണ്ടാക്കാനും പൂർണ്ണത ഉണ്ടാക്കാനും വേണ്ടി ഒരുപാട് ബ്രാക്കറ്റുകൾ ഇട്ടിട്ടും ബ്രാക്കറ്റുകൾ ഇടാതെയും പുതിയ കുറേ വാക്യങ്ങളും വാക്യശകലങ്ങളും ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് തഫ്സീറുകാരും പരിഭാഷകരും ഇത് എഴുതി വച്ചിട്ടുള്ളത്. നിശ്ചയമായും അവിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് നാം മനുഷ്യർക്കായി താമസമുറപ്പിച്ചവരും വെളിംപ്രദേശത്തു നിന്ന് വരുന്നവരും സമമായിക്കൊണ്ട് ഏർപ്പെടുത്തിയിട്ടുള്ള മസ്ജിദുൽ ഹറാമിൽ നിന്നും തടഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവർ, വല്ലവരും അതിൽ അന്യായമായി ദുൽമ് പ്രവർത്തിച്ചാൽ വേദനയേറിയ ശിക്ഷ നാം അവനെ ആസ്വദിപ്പിക്കുന്നതാണ് എന്നൊക്കെയാണ് ഖുർആനിൽ എഴുതി വച്ചിട്ടുള്ളത്. അമാനി മൗലവി ഓരോ വാക്യത്തിൻ്റെയും അർത്ഥം ഒന്നിച്ചു കൊടുത്തതിന് ശേഷം താഴെ വാക്കുകൾ വേർതിരിച്ച് അർത്ഥം കൊടുത്തിട്ടുണ്ട്. അത് വായിക്കുമ്പോഴാണ് നമുക്ക് ഖുർആനിലെ ഭാഷാപരമായ ഇത്തരത്തിലുള്ള പ്രത്യേകതകൾ മനസ്സിലാവുക. ഒരു വാചകം ഗ്രാമറില്ലാതെ മര്യാദക്ക് പറയാനുള്ള ഭാഷാ പരിജ്ഞാനം ഇതെഴുതിയ അള്ളാഹുവിനില്ല എന്ന് ഖുർആനിലെ മിക്കവാറും എല്ലാ വാക്യങ്ങളും തെളിയിക്കുന്നുണ്ട്. ഈ വാക്യത്തിൻ്റെ വാക്കർത്ഥങ്ങൾ ഇങ്ങനെയാണ് അമാനി മൗലവി കൊടുത്തിട്ടുള്ളത്. ഇന്നല്ലദീന കഫറു, നിശ്ചയമായും അവിശ്വസിച്ചവർ, വയസുദ്ദൂന തടഞ്ഞുകൊണ്ടിരിക്കുന്നു, അൻ സബീലില്ലാഹി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന്, വൽ മസ്ജിദിൽ ഹറാമി പരിപാവനമായ പള്ളിയിൽ നിന്ന്, മസ്ജിദുൽ ഹറാം പരിപാവനമായ പള്ളിയിൽ നിന്ന്, അല്ലദീ യാതൊരു ജഅൽനാഹു നാം അതിനെ ആക്കിയിരിക്കുന്നു, ലിന്നാസി മനുഷ്യർക്ക് വേണ്ടി, സവാഅൻ തുല്യമായിക്കൊണ്ട് സമമായിക്കൊണ്ട്, അൽ ആക്കിഫു സ്ഥിരവാസികൾ, ഫീഹി അതിൽ, വൽ ബാദി പരദേശികൾ വെളിപ്രദേശത്ത് നിന്ന് വരുന്നവർ, വമൻ യുരീദ് വല്ലവനും ഉദ്ദേശിക്കുന്നതായാൽ, ഫീഹി അതിൽ, ബി ഇൽഹാദിൻ മതദ്രോഹത്തെ, ബി ദുൽമിൻ അക്രമമായി, നുദിഖ്ഹു അവന് നാം ആസ്വദിപ്പിക്കും, മിൻ അദാബിൻ അലീം വേദനയേറിയ ശിക്ഷ. ഇനി മറ്റു 2 മുജാഹിദ് പണ്ഡിതന്മാർ ഇതിന് നൽകിയ പരിഭാഷ കൂടെ വായിക്കാം. തീർച്ചയായും സത്യത്തെ നിഷേധിക്കുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് മനുഷ്യർക്ക്, അതായത് സ്ഥിരവാസിക്കും പരദേശിക്കും സമാവകാശമുള്ളതായി നാം നിശ്ചയിച്ചിട്ടുള്ള മസ്ജിദുൽ ഹറാമിൽ നിന്ന് ജനങ്ങളെ തടഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവരാരോ അവർ ബ്രാക്കറ്റിൽ കരുതിയിരിക്കട്ടെ, അവിടെ വെച്ച് വല്ലവനും അന്യായമായി ധർമ്മവിരുദ്ധമായി വല്ലതും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പക്ഷം അവന് വേദനയേറിയ ശിക്ഷയിൽ നിന്നും നാം ആസ്വദിപ്പിക്കുന്നതാണ്. അപ്പോൾ എന്താണ് ഈ വാക്യത്തിൽ പറയുന്നത്? അള്ളാഹു പരദേശികൾക്കും തദ്ദേശവാസികൾക്കും തുല്യമായി അവകാശം നൽകിയിട്ടുള്ള മസ്ജിദുൽ ഹറാമിൽ നിന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ആരെങ്കിലും തടയുകയോ
അവിടെ വല്ല ളുൽമും പ്രവർത്തിക്കുകയോ ചെയ്താൽ അവർക്ക് അള്ളാഹുവിൻ്റെ വക കഠിനമായ ശിക്ഷ ലഭിക്കും എന്നാണ് ഈ വാക്യത്തിൽ പറയുന്നത്. എന്താണ് ഈ വാക്യത്തിൻ്റെ സന്ദർഭവും പശ്ചാത്തലവും? ഇതിൻ്റെ സബബുൻ നുസൂൽ കൃത്യമായിട്ട് മുഫസ്സിറുകളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇബ്നു അബ്ബാസിനെ പോലെയുള്ള ആളുകൾ ചില അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായം അനുസരിച്ച് മസ്ജിദുൽ ഹറാമിൽ നിന്ന് അന്യായമായി പരദേശികളെ തടയുകയും അക്രമം പ്രവർത്തിക്കാൻ ഒരുങ്ങുകയും ചെയ്യുന്ന ആൾ എന്ന് പറഞ്ഞത് അബൂ സുഫിയാനും അബൂ സുഫിയാൻ്റെ കൂടെ ഉള്ളവരുമാണ് എന്നാണ് ഇബ്നു അബ്ബാസ് പറയുന്നത്. ദ റെഫറൻസ് ഹിയർ ഈസ് ടു അബൂ സുഫിയാൻ ആൻഡ് ഹിസ് ഹോസ്റ്റ് ഓൺ ദി ഇയർ ഓഫ് അൽ ഹുദൈബിയ ഫോർ പെർഫോമിംഗ് ദി ലെസർ ആൻഡ് ഗ്രേറ്റർ പിൽഗ്രിമേജ്. അബൂ സുഫിയാനാണ് ഉംറ നിർവഹിക്കുന്നതിനും ഹജ്ജ് നിർവഹിക്കുന്നതിനും മുഹമ്മദിനെയും കൂട്ടരെയും ഹുദൈബിയ സന്ധിയുടെ ആ സമയത്ത് തടഞ്ഞത്. അതിനെ ഉദ്ദേശിച്ചുകൊണ്ട് ആ അബൂ സുഫിയാനും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർക്കും അള്ളാഹുവിൻ്റെ വക കഠിനമായ ശിക്ഷ ലഭിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതാണ് ഈ വാക്യം എന്നാണ് ഇവിടെ ഇബ്നു അബ്ബാസ് പറയുന്നത്. കഅബയിൽ പ്രവർത്തിക്കുന്ന ളുൽമ് എന്താണ് എന്നും ഇവിടെ ഇബ്നു അബ്ബാസ് വ്യക്തമാക്കുന്നുണ്ട്. ഇബ്നു കസീർ ഉദ്ധരിക്കുന്നുണ്ട്. ഇബ്നു അബ്ബാസ് സെഡ് ദ ഈവിൾ ആക്ഷൻ ഓഫ് ഷിർക്ക്, അതാണ് ളുൽമ്. അപ്പോൾ കഅബയിൽ ഷിർക്ക് ചെയ്യുന്നതാണ് ളുൽമ്. കഅബയിൽ ഷിർക്ക് ചെയ്യുകയും തൗഹീദിൻ്റെ ആളുകൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവരെ തടയുകയും ചെയ്യുന്നവർക്കാണ് അള്ളാഹുവിൻ്റെ ശിക്ഷ കിട്ടാൻ പോകുന്നത്. ഈ ആയത്തിറങ്ങിയതിൻ്റെ സന്ദർഭമായി മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇബ്നു കസീർ അതും ഉദ്ധരിച്ചിട്ടുണ്ട്. അതും ഇബ്നു അബ്ബാസ് തന്നെയാണ് പറയുന്നത്. This was revealed about Abdullah ibn Unais. The messenger of Allah sent him with two men, one of whom was a muhajir and the other from among the Ansar. They began to boast about their lineage, and Abdullah ibn Unais got angry and killed the Ansari. Then he reverted from Islam, became an apostate and fled to Mecca. Then these words were revealed concerning him. അപ്പോൾ അബ്ദുല്ല ഇബ്നു ഉനൈസ് എന്ന് പറയുന്ന ഒരു ചങ്ങാതി ഒരു അൻസാറിനെ കൊന്നു. അൻസാറുകളും മുഹാജിറുകളുമായിട്ടുള്ള രണ്ടുപേരും ഇയാളും കൂടെ പോകുമ്പോൾ അവർ തമ്മിൽ പൊങ്ങച്ചം പറഞ്ഞു, ഞങ്ങളാണ് മുന്തിയ കൂട്ടർ എന്ന് അൻസാറുകളും മുഹാജിറുകളും. ഇവർ ഇടയ്ക്കിടയ്ക്ക് ഈ അൻസാർ മുഹാജിർ തർക്കവും സംഘട്ടനവും നമ്മൾ ഈ ചരിത്രത്തിൽ കാണാം. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ അവർ പരസ്പരം പൊങ്ങച്ചം പറഞ്ഞുകൊണ്ട് തർക്കിച്ച സമയത്ത് ദേഷ്യം പിടിച്ചിട്ട് ഈ അബ്ദുല്ല ഇബ്നു ഉനൈസ് എന്ന് പറയുന്ന ആള് ആ അൻസാറിനെ പിടിച്ചങ്ങോട്ട് കൊന്നു. അതിനുശേഷം അയാൾ ഇസ്ലാം മതം ഉപേക്ഷിച്ച് മക്കയിലേക്ക് തിരിച്ചുപോയി. എന്നിട്ട് മക്കയിൽ പോയിട്ട് കഅബയ്ക്കുള്ളിൽ അഭയം തേടി എന്നാണ് പറയുന്നത്. അയാളെ ഉദ്ദേശിച്ചാണ് മസ്ജിദുൽ ഹറാമിൽ ളുൽമ് പ്രവർത്തിച്ചവൻ അവന് ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞത് എന്നാണ് ഇബ്നു അബ്ബാസ് തന്നെ പറയുന്ന മറ്റൊരു വെർഷൻ. അപ്പോൾ ഇബ്നു അബ്ബാസ് തന്നെ ഈ ആയത്തിൻ്റെ പശ്ചാത്തലമായിട്ട് ഒന്ന് അബൂ സുഫിയാൻ്റെ പേരിലും പറയുന്നുണ്ട്, ഒന്ന് അബ്ദുല്ല ഇബ്നു ഉനൈസിൻ്റെ പേരിലും ഈ അബ്ദുല്ല ഇബ്നു ഉനൈസിൻ്റെ പേരിലും പറയുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ സന്ദർഭം എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് ഈ ഹുദൈബിയ സന്ധിയുടെ സമയത്ത് നടന്നത്? ഇനി റാസിയുടെ തഫ്സീറിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞത് വായിക്കാം. അബൂ സുഫിയാനും സംഘവുമാണ് ഹുദൈബിയ സന്ധിയുടെ വർഷം നബിയെയും അനുചരന്മാരെയും മസ്ജിദുൽ ഹറാമിൽ നിന്ന് തടഞ്ഞത്. ഈ സൂക്തം അവരെ സംബന്ധിച്ചാണെന്ന് ഇബ്നു അബ്ബാസ് പറയുന്നു. എന്നാൽ ഹജ്ജിനും ഉംറയ്ക്കും പോകുന്നവരെയും അവരുടെ ബലിമൃഗങ്ങളെയും തടയുന്ന എക്കാലത്തെയും എല്ലാവരെയുമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മസ്ജിദുൽ ഹറാം ഇസ്ലാമിലെ ആരാധനയുടെ ഒരു കേന്ദ്രമാണ്. അവിടെ താമസിക്കുന്നവരും വന്നു ചേരുന്നവരും തുല്യരാണ്. ആക്കിഫ് എന്നാൽ അവിടെ താമസിക്കുന്നവരാണ്, ബാദി എന്നാൽ വിദേശിയാണ്, അവിടെ വന്നിറങ്ങുന്നവർ. എന്നാൽ ഏതു കാര്യത്തിലാണ് അവർ തുല്യരാകുന്നത്? മക്കയിൽ പ്രവേശിക്കാനും അവിടെ താമസിക്കാനും അവരിൽ ആരും മറ്റൊരാളെക്കാളും കൂടുതൽ അർഹരല്ല. താമസത്തിൽ മുൻകടന്നു എന്നതൊഴിച്ചാൽ സ്വദേശിക്ക് വിദേശിയേക്കാൾ പ്രാമുഖ്യമില്ല. ഇങ്ങനെയാണ് റാസി ഇതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു തുടങ്ങുന്നത്. അപ്പോൾ സംഭവം മക്കയിലുള്ള ആളുകൾ മക്കയിൽ താമസിക്കുന്നവരാണ്, മക്കക്കാരാണ്. അവരുടെയാണ് അവിടെയുള്ള ക്ഷേത്രം, കഅബ എന്ന് പറയുന്ന ക്ഷേത്രവും ഇവിടെ മസ്ജിദുൽ ഹറാം എന്ന് വിശേഷിപ്പിക്കുന്ന ആ പുണ്യസ്ഥലവും മക്കക്കാരുടേതാണ്, അവരുടെ സ്വന്തം ക്ഷേത്രമാണ്. പക്ഷേ ആ ക്ഷേത്രത്തിൽ എല്ലാ ഗോത്രക്കാർക്കും വന്ന് ആരാധന നടത്തി പോവാനുള്ള അവസരവും അതിനുള്ള സുരക്ഷിതത്വവും ഉറപ്പ് നൽകപ്പെട്ടിട്ടുമുണ്ട്. അങ്ങനെയാണ് മക്കയുടെ ഒരു സാംസ്കാരിക ചരിത്രം എന്ന് പറയുന്നത്. മക്കയിൽ എല്ലാ ഗോത്രക്കാരുടെയും ദൈവങ്ങളെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അവിടെ വന്നിട്ട് എല്ലാവർക്കും തീർത്ഥാടനം എന്ന നിലക്ക് വന്ന് ആരാധന നടത്തി പോകാം. അവിടെ രണ്ട് തരം തീർത്ഥാടനങ്ങളുണ്ട്, ഒന്ന് ഉംറ, മറ്റൊന്ന് ഹജ്ജ്. ഉംറ എന്ന് പറഞ്ഞാൽ എപ്പോഴും വന്നിട്ട്
നടത്താവുന്ന തീർത്ഥാടനമാണ്. ഹജ്ജ് എന്ന് പറയുന്നത് കൊല്ലത്തിലൊരിക്കൽ ഒരു വലിയ ആഘോഷമായി നടത്തുന്ന ഉത്സവമാണ്. ഈ ആഘോഷങ്ങളൊക്കെ നടക്കുന്ന സമയത്തും അങ്ങോട്ട് തീർത്ഥാടനത്തിന് വരുന്ന സമയത്തും അവിടെ വരുന്ന ആളുകൾ ആരായിരുന്നാലും, പുറത്തുനിന്ന് എവിടുന്ന് വരുന്നവരായിരുന്നാലും അവർക്ക് സുരക്ഷിതത്വം ഉറപ്പ് നൽകുന്നുണ്ട് അവിടുത്തെ ഗോത്ര നിയമം. ആരും അവരെ ആക്രമിക്കാൻ പാടില്ല. ബലിയർക്കാനും മറ്റും കൊണ്ടുവരുന്ന മൃഗങ്ങളെയും അവർ കൊണ്ടുവരുന്ന മറ്റു സാധനങ്ങളെയും ഒക്കെ എല്ലാവരും ആദരിക്കണം. അതിനൊന്നും ആരും ഉപദ്രവിക്കാൻ പാടില്ല. അവിടെ വന്ന് കർമ്മം നിർവഹിച്ച് തിരിച്ചു പോകുന്നത് വരെ അവരെ കൊള്ള ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമങ്ങളൊക്കെ മക്കയിലുണ്ടായിരുന്നു. ഈ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ ഉണ്ടാക്കിയത് അള്ളാഹു ഉണ്ടാക്കിയതല്ല. ഈ ക്ഷേത്രവും അള്ളാഹു ഉണ്ടാക്കിയതല്ല. ഇതെല്ലാം അവിടുത്തെ പാഗൻ അറബികൾ, മക്കക്കാരായ ബഹുദൈവ ആരാധകരായ അറബികൾ ഉണ്ടാക്കി ആചരിച്ചു പോരുന്ന കാര്യങ്ങളാണ്. മുഹമ്മദും അവിടെയാണ് ജീവിച്ചത്, മുഹമ്മദും അവിടെയാണ് ആരാധിച്ചു വന്നത്. അതിൻ്റെ അടുക്കാണ് മുഹമ്മദിന് ഇങ്ങനെ ഒരു അസുഖം ബാധിച്ചത്. ആ അസുഖം ബാധിച്ചതിന് ശേഷം മുഹമ്മദിൻ്റെ ആശയങ്ങൾ, ഈ ദൈവങ്ങളൊന്നും ശരിയല്ല, ഒരു ദൈവം മാത്രമേ ഉള്ളൂ, ആ ദൈവം അള്ളാഹുവാണ്, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുഹമ്മദ് അവിടെ കൊണ്ടുവന്ന ഈ പുതിയ മതം അവിടുത്തെ പാരമ്പര്യ വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും ഒക്കെ എതിരായിരുന്നത് കൊണ്ട് തന്നെ ആശയപരമായി അതിനെ മക്കക്കാർ അബൂ സുഫിയാനും കൂട്ടരും എതിർത്തിരുന്നു. അങ്ങനെ 13 കൊല്ലക്കാലം മുഹമ്മദിൻ്റേതായ ന്യായങ്ങളെല്ലാം പറഞ്ഞ് അതൊന്നും അവരെ കൺവിൻസ് ചെയ്യാൻ കഴിയാതെ വന്നപ്പോൾ മുഹമ്മദ് അവിടുന്ന് തടിയെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ മുഹമ്മദ് മദീനയിലേക്ക് പോയി. മദീനക്കാരായ ചില ഗോത്രക്കാരുമായിട്ട് 2-3 കൊല്ലം നീണ്ടു നിന്ന ഗൂഢാലോചനയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉടമ്പടിയും ഉണ്ടാക്കി മുഹമ്മദ് മദീനയിലേക്ക് പോവുകയാണ് ചെയ്തത്. മദീനയിൽ പോയതിന് ശേഷം മുഹമ്മദ് ഈ മക്കക്കാരുടെ കച്ചവട സംഘങ്ങളെ വഴിയിൽ കാത്തുനിന്ന് കൊള്ളയടിക്കുക എന്ന കലാപരിപാടി തുടങ്ങുന്നു. അത് കഴിഞ്ഞ് മദീനക്ക് ചുറ്റുമുണ്ടായിരുന്ന മറ്റു ജൂതഗോത്രങ്ങളെയും മറ്റും ആക്രമിച്ച് കീഴടക്കുന്നു. അവസാനം മുഹമ്മദ് മദീനയും മക്കയും ഒക്കെ ഉൾപ്പെടുന്ന ആ അറേബ്യ മരുഭൂമി പ്രദേശത്തെ ഒരു വലിയ സൈനിക ശക്തിയായി ഒരുക്കങ്ങളോടുകൂടി മക്ക കീഴടക്കാൻ വരുന്നു. അതാണ് ഹുദൈബിയ സന്ധിയുടെ സന്ദർഭം. മക്ക കീഴടക്കുമ്പോൾ ഒറ്റയടിക്ക് പോയി ആക്രമിച്ച് എല്ലാവരെയും കൊന്ന് വലിയൊരു രക്തപ്പുഴ ഒഴുക്കിക്കൊണ്ട് മക്കയിൽ ആധിപത്യം ഉറപ്പിക്കുക എന്നതിന് പകരം കുറേ കൂടി തന്ത്രപരമായ നീക്കങ്ങൾ, ചതിയിലൂടെ അവരെ വലിയ രക്തപ്പുഴ ഒഴുക്കാതെയും വലിയ ആൾനാശം വരുത്താതെയും കീഴ്പ്പെടുത്തുക എന്നതായിരുന്നു മുഹമ്മദിൻ്റെ സൂത്രം. അതിനുവേണ്ടി മുഹമ്മദിൻ്റെ തനത് ശൈലിയിൽ ഇവിടെയും ചതി പ്രയോഗിക്കുന്നതാണ് ഹുദൈബിയ സന്ധി എന്ന് പറയുന്ന സംഭവം. മുഹമ്മദ് ചതിയല്ലാതെ ഒന്നും പ്രയോഗിച്ചിട്ടില്ല. മുഹമ്മദ് തുടക്കം മുതൽ മക്കയിൽ ചതിയാണ് പ്രയോഗിച്ചത്. അത് കഴിഞ്ഞ് മദീനയിൽ എത്തിയതിന് ശേഷം ചതിയാണ് പ്രയോഗിച്ചത്. ഈ ചതിയിലൂടെ തന്നെ ഒരു കരാറുണ്ടാക്കിയിട്ട് അവരെ നിരായുധരാക്കി അപ്രതീക്ഷിതമായി അവിടെ കയറിയിട്ട് മക്ക പിടിച്ചെടുക്കുക എന്നതായിരുന്നു മുഹമ്മദിൻ്റെ തന്ത്രം. അതിനുവേണ്ടി മുഹമ്മദ് അനുയായികളെയും കൂട്ടി വലിയൊരു സൈന്യത്തെയും കൂട്ടി സായുധരായിട്ട് മക്കയിലേക്ക് പുറപ്പെടുകയാണ്. പക്ഷേ മുഹമ്മദ് സൈന്യവുമായിട്ടും ആയുധവുമായിട്ടാണ് വരുന്നത് എന്ന് മക്കക്കാർ മണത്തറിഞ്ഞു. പക്ഷേ മക്കയിൽ വന്നൊരു തീർത്ഥാടനം നടത്തി, ഒരു ഉംറ എന്ന് പറയുന്ന ഒരു മൈനർ പിൽഗ്രിമേജ് നടത്തി തിരിച്ചു പോകാം എന്ന നാട്യത്തിലാണ് മുഹമ്മദ് പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ തന്നെ അനുയായികൾ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നമുക്ക് ആയുധം, എന്തിനാണ് വാള്? അപ്പോൾ മുഹമ്മദ് പറയുന്നത്, വാള് ഊരി പിടിച്ചാലേ കുഴപ്പമുള്ളൂ, നിങ്ങൾ വാള് ഉറയിലിട്ടോളൂ, വാള് കയ്യിൽ വെച്ചോളൂ, ആവശ്യം വരും എന്ന് പറഞ്ഞിട്ട് അവരെല്ലാം ആയുധം അണിയിച്ച് കൊണ്ടാണ് കൊണ്ടുപോകുന്നത്. ഈ വിവരം അവിടെ മണത്തറിഞ്ഞപ്പോൾ മക്കക്കാർ അവിടെ ഒരുങ്ങി നിന്നു. ഖാലിദ് ബിൻ വലീദിൻ്റെ നേതൃത്വത്തിൽ ഒരു സൈന്യം അവിടെ മുഹമ്മദിനെ നേരിടാൻ ഒരുങ്ങി നിന്നു. അങ്ങനെ മുഹമ്മദിന് അങ്ങോട്ട് കടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ടായി. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിവരങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ചാരന്മാരൊക്കെ അതിൻ്റെ ഇടക്ക് കിടന്ന് ഷട്ടിലടിക്കുന്നുണ്ട്. അങ്ങനെ മുഹമ്മദിന് വിവരം കിട്ടി, അവിടെ അവരെ ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുന്നുണ്ട് എന്ന്. അങ്ങോട്ട് പോയാൽ ഇപ്പോൾ അപകടമാണെന്ന് മനസ്സിലായി. അപ്പോൾ മുഹമ്മദ് കുറച്ച് ദൂരെ, മക്കയിലേക്ക് കടക്കാതെ കുറച്ച് ദൂരെ തമ്പടിച്ചതിന് ശേഷം ഒരു പ്രതിനിധി സംഘത്തെ മക്കയിലേക്ക് അയക്കുകയാണ് ഉസ്മാൻ്റെ നേതൃത്വത്തിൽ. അങ്ങനെ ഉസ്മാൻ അവരുമായിട്ട് സംസാരിക്കുന്നു. അബൂ സുഫിയാനും മറ്റുള്ളവരൊക്കെ ആയിട്ട് സംസാരിക്കുന്നു. ഞങ്ങൾ ഉംറ നിർവഹിച്ച് പോകാനാണ് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഉംറ നിർവഹിക്കാനുള്ള വരവല്ല നിങ്ങളുടെ വരവ്, നിങ്ങളുടെ വരവിൻ്റെ ഉദ്ദേശമൊക്കെ ഞങ്ങൾക്ക് പിടുത്തം കിട്ടിയിരിക്കുന്നു. നിങ്ങൾ ആയുധം കൊണ്ട് വന്നിട്ടുള്ളത് ഇവിടെ അക്രമം നടത്തിയത് കീഴ്പ്പെടുത്താനാണ്, അതുകൊണ്ട് ഇത്തവണ നിങ്ങൾക്ക് ഉംറ ചെയ്യാനുള്ള അനുവാദം തരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തിരിച്ചയക്കുന്നു.
അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നെഗോസിയേഷനൊക്കെ നടന്ന് അവസാനം എന്നാൽ പിന്നെ ഒരു കരാറുണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സന്ധി, ഒരു ഉടമ്പടി ഉണ്ടാക്കുകയാണ് മുഹമ്മദും ഈ മക്കൻ പ്രതിനിധികളും തമ്മിൽ. ആ ഉടമ്പടിയിൽ മുഹമ്മദ് മക്കാർ ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചുകൊണ്ട് അവിശ്വസനീയമായ രീതിയിൽ ഉദാരത കാണിച്ചുകൊണ്ടുള്ള വ്യവസ്ഥകളൊക്കെ വെച്ചിട്ടാണ് കരാറുണ്ടാക്കുന്നത്. കാരണം മുഹമ്മദ് ആ കരാറ് പാലിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതായിരുന്നില്ല, അത് അവരെ ചതിക്കാനും തൊട്ടടുത്ത വർഷം തന്നെ കരാർ ലംഘിച്ചുകൊണ്ട് മക്ക പിടിച്ചടക്കാനുമുള്ള ഗൂഢതന്ത്രം മനസ്സിൽ വെച്ചുകൊണ്ടായിരുന്നു മുഹമ്മദ് ഈ കരാർ ഉണ്ടാക്കിയത് എന്ന് വ്യക്തമാണ്. അതിൽ ഒരുപാട് തെളിവുകൾ ഇതിൽ തന്നെ ഉണ്ട്. ആ കരാർ മഷി ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ മുഹമ്മദാണ് ആദ്യം ലംഘിക്കുന്നത് എന്നൊക്കെ ഉളുപ്പില്ലാതെ ഇസ്ലാം ചരിത്രകാരന്മാർ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് അവിടുന്ന് ഉംറ നിർവഹിക്കാതെ തിരിച്ചു പോരുകയാണ്. അതിനിടയ്ക്ക് ഉസ്മാനും പ്രതിനിധികളായിട്ട് പോയ കുറച്ച് ആൾക്കാരും അവർക്ക് അവിടെ ആരാധന നടത്താനുള്ള സൗകര്യമൊക്കെ അവർ ചെയ്തു കൊടുത്തു. അതെല്ലാം കഴിഞ്ഞിട്ട് മുഹമ്മദിനെയും കൂട്ടരെയും തൽക്കാലം അവിടെ കയറ്റിയില്ല. അടുത്ത വർഷം നിങ്ങൾ വന്നോളൂ, അടുത്ത വർഷം ഞങ്ങൾ മാറിത്തരാം, അപ്പോൾ നിങ്ങൾ വന്നിട്ട് എല്ലാവരും കൂടെ വന്നിട്ട് ഉംറ ചെയ്ത് പോയിക്കോളൂ എന്ന കരാറ് വ്യവസ്ഥ അനുസരിച്ചാണ് ആ സംഭവം അവസാനിക്കുന്നത്. അങ്ങനെ അടുത്ത വർഷം മുഹമ്മദ് വലിയൊരു സൈന്യത്തെയും കൊണ്ടുപോയിട്ട് അവിടെ ഉംറ നിർവഹിക്കുന്നുണ്ട്. പക്ഷേ ആ ഉംറ നിർവഹണത്തിൻ്റെയൊക്കെ ഇസ്ലാം ചരിത്രത്തിലെ വിവരണങ്ങൾ വായിച്ചാൽ തന്നെ നമുക്ക് കാര്യങ്ങൾ ഏറെക്കുറെ പിടികിട്ടും. അത് വെറും ഒരു ഉംറ ആയിരുന്നില്ല, അത് മക്ക കീഴടക്കാനുള്ള എല്ലാ പ്ലോട്ടുകളും തയ്യാറാക്കിയതിന് ശേഷമുള്ള ഒരു ട്രയൽ മാത്രമായിരുന്നു. അത് കഴിഞ്ഞ അധികം താമസിയാതെ തന്നെ മക്ക മുഹമ്മദ് ഏകപക്ഷീയമായി പിടിച്ചടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സന്ദർഭത്തിൽ ഈ സന്ധി ഉണ്ടാക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ ഈ സന്ധിക്ക് ശേഷമോ അടുത്ത ആക്രമണത്തിന് ഒരുങ്ങി പുറപ്പെടുന്നതിൻ്റെ ഇടയിലൊക്കെയുള്ള ഏതോ സമയത്താണ് അബൂ സുഫിയാനും കൂട്ടരും ഇങ്ങനെ മുഹമ്മദിനെ സംഘത്തെയും ഉംറ ചെയ്യുന്നതിൽ നിന്ന് തടഞ്ഞതിനെതിരായിട്ട് അവർക്കൊക്കെ കടുത്ത ശിക്ഷ വരാൻ പോകുന്നു എന്ന മട്ടിൽ, ആ ശിക്ഷ അള്ളാഹു നടത്താൻ പോകുന്ന ശിക്ഷ ആണോ അതോ മുഹമ്മദ് ചെയ്യാൻ പോകുന്ന ശിക്ഷയാണോ അപ്പോൾ മനസ്സിലുള്ളത് എന്നറിയില്ല. മുഹമ്മദ് അവരെ ആക്രമിക്കാൻ പോകുന്നു എന്ന് മനസ്സിൽ ഉറപ്പിച്ചതിന് ശേഷം നടത്തുന്ന ഒരു പ്രഖ്യാപനമാണ് ഈ ആയത്തായിട്ട് വരുന്നത്. മുഹമ്മദിൻ്റെ രാഷ്ട്രീയ ദൗത്യം പൂർണ്ണതയിലേക്ക് എത്തുന്ന ഒരു ഘട്ടത്തിൽ ചതി പ്രയോഗിച്ചുകൊണ്ട് മക്ക കീഴടക്കുന്നതിന് പ്ലോട്ട് തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആയത്തുകളൊക്കെ ഇറങ്ങിക്കൊണ്ട് മക്കക്കാരെ ഈ രീതിയിൽ ഭീഷണിപ്പെടുത്തുന്നത്. ഇവിടെ മുഹമ്മദ് വാദിക്കാൻ ശ്രമിക്കുന്നത് കഅബ എന്ന ക്ഷേത്രം അവിടെ താമസിക്കുന്ന മക്കക്കാർക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, പുറത്തുനിന്ന് വരുന്ന എല്ലാവർക്കും ഒരുപോലെ അവകാശമുള്ളതാണ്. ഈ ക്ഷേത്രം അള്ളാഹുവിൻ്റെ ആണ് എന്നാണ് പിന്നീട് മുഹമ്മദ് പറയുന്നത്. ഇത് അള്ളാഹുവിൻ്റെ ക്ഷേത്രമല്ല, അള്ളാഹു അവിടുത്തെ ഒരു വൺ ഓഫ് ദി ഗോഡ്സ് മാത്രമായിരുന്നു, അവിടുത്തെ ഒരു ദൈവം മാത്രമായിരുന്നു. ബാക്കിയുള്ള ദൈവങ്ങളുടെ എല്ലാം വിഗ്രഹങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ പ്രതീകമായിട്ട് അവിടെ വെച്ചിട്ടുള്ള ചില സംഭവങ്ങളും ഉണ്ടായിരുന്നു. ഹജറുൽ അസ്വദ് ഒക്കെ അതിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഹജറുൽ അസ്വദ് മാത്രം നിലനിർത്തി ബാക്കിയുള്ള വിഗ്രഹങ്ങളൊക്കെ പിന്നീട് മുഹമ്മദ് അവിടെ നിന്ന് എടുത്തെറിയുന്നത്. ഈ ഹജറുൽ അസ്വദിനെ കുറിച്ചുണ്ടായിരുന്ന വിശ്വാസം അത് ആകാശത്ത് നിന്ന് വന്നതാണ് എന്നാണ്. ആകാശത്ത് നിന്ന് വന്ന ഒരു ഉൽക്കാശിലയാണ് അത് എന്നാണ് പറയുന്നത്. അപ്പോൾ ആകാശത്ത് നിന്ന് അള്ളാഹു താഴേക്ക് ഇട്ടുകൊടുത്ത ഉൽക്കാശിലയാണ് എന്ന നിലക്കാണ്, അള്ളാഹുവിൻ്റെ പ്രതീകം എന്ന നിലക്കാണത് കഅബയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്നത്. മറ്റു വിഗ്രഹങ്ങളെക്കാൾ കൂടുതൽ ആ വിഗ്രഹത്തിന് പ്രാധാന്യമുണ്ടായിരുന്നു എന്നതിനും മുഹമ്മദിൻ്റെ ചരിത്രത്തിൽ തന്നെ തെളിവുണ്ട്. അങ്ങനെ അള്ളാഹുവിൻ്റെ ഒരു വിഗ്രഹം മൂലയിലുണ്ട് എന്നതൊഴിച്ചാൽ അവിടെ ആ ക്ഷേത്രവും അവിടെ നടന്നിരുന്ന ആരാധനയും തമ്മിലൊന്നും മുഹമ്മദിൻ്റെ അള്ളാഹുവുമായിട്ട് യാതൊരു ബന്ധവും ഉള്ളതല്ല. മുഹമ്മദ് പിന്നീട് പറഞ്ഞുണ്ടാക്കിയ കഥകളുമായിട്ടൊന്നും ഒരു ബന്ധവും ഉള്ളതല്ല. അത് പാഗൻ അറബികളുടെ ക്ഷേത്രമായിരുന്നു, അവിടെ നടന്നിരുന്നത് അവരുടെ ആരാധനയായിരുന്നു. മുഹമ്മദ് ആ ക്ഷേത്രവും ആ ക്ഷേത്രത്തിൽ നടന്നിരുന്ന ആരാധനകളും എല്ലാം ഹൈജാക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ യഥാർത്ഥ ഉടമകളെ അവിടെ നിന്ന് പുറത്താക്കാനുള്ള പ്ലോട്ട് തയ്യാറാക്കി അവതരിപ്പിച്ചതാണ് ഇത്. അതുകൊണ്ടാണ് അവിടെ ദുൽമ് നടത്തുന്നവർക്ക് ശിക്ഷ എന്ന് പറഞ്ഞ ദുൽമിന് ഇബ്നു അബ്ബാസിനെ പോലെയുള്ള ആളുകൾ സിർക്ക് എന്നർത്ഥം കൊടുത്തത്. നോക്കൂ, ആ ക്ഷേത്രം ഉണ്ടാക്കിയവർ പാരമ്പര്യമായി നൂറ്റാണ്ടുകളായി ആ ക്ഷേത്രത്തിൽ നടത്തിക്കൊണ്ടിരുന്ന ഈശ്വര ആരാധനയാണ് സിർക്ക് എന്ന അപരനാമത്തിൽ അപഹസിക്കപ്പെടുന്നത്. എന്നിട്ട് ആ സിർക്ക് അവിടെ നടത്തുന്ന അക്രമമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്, ആ അക്രമത്തിനെതിരെ എന്നും പറഞ്ഞുകൊണ്ടാണ് മുഹമ്മദ് അക്രമം നടത്തിയിട്ട് ആ ക്ഷേത്രം പിടിച്ചെടുക്കുന്നത്. യഥാർത്ഥത്തിൽ അവിടെ ദുൽമ് നടത്തിയത് മുഹമ്മദാണ്, മറ്റവരവിടെ ദുൽമ് നടത്തിയിട്ടില്ല. അവർ പാരമ്പര്യമായിട്ട് എത്രയോ നൂറ്റാണ്ടുകളായിട്ട് തലമുറകളായിട്ട് അവരുടെ ക്ഷേത്രം സംരക്ഷിച്ചു പോരുകയും അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും അവിടെ അനുഷ്ഠിച്ചു പോരുകയും ചെയ്യുന്നവരാണ്.
ആ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠിച്ചുകൊണ്ട് അവരുടെ ക്ഷേത്രം അവർ സംരക്ഷിക്കുന്നതിനെയാണ് ഇവിടെ ളുൽമ് എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് മുഹമ്മദ് അവരെ കയറിയാക്രമിക്കാൻ പോകുന്നത്. ഏതുപോലെ ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ പ്രസിദ്ധമായ ഒരു മുസ്ലിം പള്ളി RSSകാരും സംഘപരിവാറുകാരും വന്നിട്ട് ഫാസിസ്റ്റ് രീതിയിൽ അതിക്രമം കാണിച്ച് തകർത്ത് അവിടെ അവരുടെ ദൈവത്തിനെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചിട്ട് അത് അമ്പലമാക്കി മാറ്റുകയും എന്നിട്ട് മുസ്ലിങ്ങൾ അവരുടെ ക്ഷേത്രത്തിൽ അക്രമം പ്രവർത്തിക്കുകയായിരുന്നു ഇതുവരെ എന്ന് വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന അതേപോലെ ബാബറി മസ്ജിദിൻ്റെ കാര്യമാണ് പറയുന്നതെങ്കിൽ അവിടെ അതിന് ചരിത്രപരമായ ഒരു ന്യായമെങ്കിലും ഉണ്ട്. കാരണം അത് ബാബർ ഏതോ ക്ഷേത്രം തകർത്തിട്ടുണ്ടാക്കിയ പള്ളിയാണെന്നുള്ളതിന് ഒരു ചരിത്രമെങ്കിലും ഉണ്ട്. പക്ഷേ ഇവിടെ മക്കയിൽ അതുമില്ല. മുഹമ്മദ് പറയുന്നത് പോലെ വേറെ ഏതോ ഒരു കഥയുമായി ബന്ധപ്പെട്ട് അവിടെ പണിതതല്ല ഈ കാബ എന്ന് പറയുന്നത്. അതിലേക്ക് ഞാൻ വരാം. അത് മുഹമ്മദ് നുണക്കഥ മെനഞ്ഞുകൊണ്ട് അവരുടെ ക്ഷേത്രം പിടിച്ചെടുക്കാനുള്ള അക്രമ പ്രവർത്തനമാണ് ഇവിടെ നടത്തുന്നത്. എന്നിട്ട് അവരെ അക്രമികളായിട്ട് ചിത്രീകരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. എത്ര വലിയ ചതിയാണ് മുഹമ്മദ് അവിടെ ചെയ്യുന്നത്. ഈ വാക്യം ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഹുദൈബിയ സന്ധിക്ക് പോയി തിരിച്ചു വരുമ്പോൾ അബൂ സുഫിയാൻ അവിടെ കയറാൻ അനുവദിക്കാതിരുന്ന ആ ഒരു പ്രത്യേക ചരിത്ര സന്ദർഭത്തിൽ അബൂ സുഫിയാനെയും കൂട്ടരെയും അധിക്ഷേപിക്കാനും അവരെ ഭീഷണിപ്പെടുത്താനും തുടർന്ന് അവരെ ആക്രമിക്കുന്നതിനൊരു ന്യായം കണ്ടെത്താനും വേണ്ടി പറഞ്ഞ വാക്യമാണ്. ഖുർആനിൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പറഞ്ഞ വാക്യങ്ങളൊക്കെ പിന്നീട് ദൈവത്തിൻ്റെ വെളിപാടായിട്ടും അത് മുഹമ്മദിന് ശേഷമുള്ള ലോകാവസാനം വരേക്കുള്ള മനുഷ്യർക്കുള്ള മാർഗനിർദ്ദേശമായിട്ടും ഒക്കെ വ്യാഖ്യാനിക്കേണ്ട ഗതികേട് വന്നതുകൊണ്ട് വ്യാഖ്യാതാക്കളും മദ്ഹബ് പണ്ഡിതന്മാരും ഇതിൽ നിന്നൊക്കെ ഇസ്ലാം ദീനും ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്രവും കടഞ്ഞെടുക്കാൻ പോയി. അങ്ങനെ വന്നപ്പോൾ ഇതിനകത്തൊക്കെയുള്ള വൈരുദ്ധ്യങ്ങളും അവ്യക്തതകളും ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അത് നമ്മൾ ഖുർആൻ വ്യാഖ്യാനിക്കുമ്പോൾ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്കിടയിലുണ്ടായ അഭിപ്രായ ഭിന്നതകൾ ചർച്ച ചെയ്യുമ്പോൾ ഇതിനു മുമ്പ് പലതവണ വിശദീകരിച്ച കാര്യമാണ്. ഒരു ഖുർആൻ വാക്യത്തിൽ ആ സന്ദർഭത്തിനനുസരിച്ച് പറഞ്ഞ കാര്യത്തിന് പിന്നീട് പ്രസക്തി ഇല്ലാതാവുകയും ആ വാക്യത്തിൽ തന്നെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളും പിന്നീടുള്ള സന്ദർഭങ്ങളുമായി യോജിക്കാത്ത കാര്യങ്ങളും ഉണ്ടാവുകയും ചെയ്തതുകൊണ്ട് അതിൽ നിന്ന് നിയമങ്ങളും ചട്ടങ്ങളും കടഞ്ഞെടുക്കാൻ പോയവർക്ക് സംഭവിച്ച ആശയക്കുഴപ്പങ്ങൾ ഖുർആനിലെ ഒരു വലിയ തുടർക്കഥയാണ്. ഇവിടെയും ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ ഈ വാക്യത്തെ തുടർന്നുണ്ടായിട്ടുണ്ട്. കാരണം ഇവിടെ മക്കയിൽ താമസിക്കുന്നവർക്കും പരദേശികൾക്കും തുല്യമായ അവകാശം എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അത് വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. മക്കയെ സംബന്ധിച്ചും മക്കയിലെ കുടിയേറ്റത്തെ സംബന്ധിച്ചും മക്കയിലെ സ്ഥാവര ജംഗമ സ്വത്തുക്കളെ സംബന്ധിച്ചും മക്കയിലെ സ്വത്തുക്കളിലുള്ള അനന്തര അവകാശങ്ങളെ സംബന്ധിച്ചും ഏതാണ് ഈ മസ്ജിദുൽ ഹറാം എന്ന് പറയുന്ന സംഭവം എന്നതിനെ സംബന്ധിച്ച് പോലും വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പിന്നീട് ഉണ്ടായിട്ടുണ്ട്. റാസി അതിനെക്കുറിച്ച് ചുരുക്കി എഴുതിയിട്ടുണ്ട്, മൗദൂദി കുറച്ചുകൂടെ വിശദമായിട്ടും എഴുതിയിട്ടുണ്ട്. ഞാനത് വായിക്കാം. മക്കയിൽ പ്രവേശിക്കാനും അവിടെ താമസിക്കാനും അവരിൽ ആരും മറ്റൊരാളെക്കാളും കൂടുതൽ അർഹരല്ല. താമസത്തിൽ മുൻകടന്നു എന്നതൊഴിച്ചാൽ സ്വദേശിക്ക് വിദേശിയേക്കാൾ പ്രാമുഖ്യമില്ല. ഈ സൂക്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ മക്ക നഗരിയിൽ എവിടെയും ഉടമസ്ഥാവകാശം അനുവദിക്കപ്പെടാവതല്ല എന്ന് പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഉടമസ്ഥത അനുവദിക്കപ്പെട്ടാൽ അവിടെ ഈ സമത്വം ഉണ്ടാവില്ലല്ലോ. മസ്ജിദുൽ ഹറാം എന്നാൽ ഹറം മുഴുവനുമാണ്. ഈ സൂക്തവും അതിനു തെളിവാണ്. കാരണം താമസിക്കുക പള്ളിയിലല്ല വീടുകളിലാണല്ലോ. അപ്പോൾ മസ്ജിദ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശ്യം ഹറം മുഴുവനുമാണ്. അക്രമപരമായി തങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരും എന്ന സൂക്തഭാഗം ഉടമസ്ഥതയിലേക്ക് സൂചന തരുന്നുണ്ട്. ഇതാണ് ഇമാം ഷാഫിയുടെ അഭിപ്രായം. അതിൽ അക്രമം പ്രവർത്തിക്കുന്നവൻ മുൽഹിദാണ്. ഉദ്ദേശ്യത്തിൽ നിന്ന് തെറ്റിപ്പോകുന്നതിനെയാണ് ഇൽഹാദ് എന്ന് ഭാഷയിൽ പറയുക. ബഹുദൈവ ആരാധന, അള്ളാഹു നിരോധിച്ച വേട്ടമൃഗത്തെ കൊല്ലുക, ഇഹ്റാം കൂടാതെ മക്കയിൽ പ്രവേശിക്കുക, മുഹരിമിന് യോജിക്കാത്തത് ചെയ്യുക, അതിൻ്റെ പവിത്രത ഹനിക്കുക, അത് പരിപാലിക്കുന്നതിനെ തടയുക എന്നിങ്ങനെ എല്ലാ തെറ്റുകൾക്കുമുള്ള പൊതുവായ പേരാണ് ഇൽഹാദ്. ബഹുദൈവാരാധന ഇൽഹാദാണ്, അക്രമമാണ് എന്നർത്ഥം. ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അവിടെ മറ്റിടങ്ങളെ അപേക്ഷിച്ച് ഏറെ ഗുരുതരമാണ്. മസ്ജിദുൽ ഹറാമിൻ്റെ പരിസരങ്ങളിൽ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾക്ക് കഠിന ശിക്ഷയാണ് അള്ളാഹു നൽകുക. അക്രമം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അതിനും ശിക്ഷയുണ്ടെന്നതിന് സൂക്തം തെളിവാണ്. അപ്പം മസ്ജിദുൽ ഹറം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ കഅബ മാത്രമാണോ, കഅബേൻ്റെ തൊട്ടടുത്തുള്ള പള്ളിയാണോ, അതിൻ്റെയും പുറത്തേക്കുള്ള പരിസര പ്രദേശമാണോ, അതല്ല മക്ക എന്ന നഗരം മുഴുവനുമാണോ?
ഈ 3 കാര്യത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നാണ് പറയുന്നത്. അത് ഇപ്പോൾ എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ഇതിൻ്റെ പേരിൽ ഒരുപാട് കലാപങ്ങളും കുഴപ്പങ്ങളും അവിടെ നടന്നിട്ടുണ്ട്. മക്കയിലെ മസ്ജിദുൽ ഹറാമിനെയും പവിത്രമായി സംരക്ഷിക്കുന്നതിലൊക്കെ അള്ളാഹു പരാജയപ്പെട്ടതായി ചരിത്രത്തിൽ നിരവധി തെളിവുകളുണ്ട്. ഇനി മൗദൂദി എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. മസ്ജിദുൽ ഹറാം ഏതെങ്കിലും വ്യക്തിയുടെയോ കുടുംബത്തിൻ്റെയോ ഗോത്രത്തിൻ്റെയോ സ്വകാര്യ സ്വത്ത് അല്ല എന്നർത്ഥം. പൊതുവായി വഖഫ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അവിടം സന്ദർശിക്കുന്നതിൽ നിന്ന് ആരെയെങ്കിലും തടയാൻ യാതൊരുത്തനും അവകാശമില്ല. കർമ്മശാസ്ത്രപരമായ 2 ചോദ്യങ്ങൾ ഉത്ഭവിക്കുന്നുണ്ട് ഇവിടെ. അവയെക്കുറിച്ച് കർമ്മശാസ്ത്ര പടുക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമാണുള്ളത്. മസ്ജിദുൽ ഹറാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പള്ളി മാത്രമോ അതോ മക്കയിലെ ഹറം മുഴുവനുമോ? ഇതാണ് ഒന്നാമത്തെ പ്രശ്നം. അതിൽ താമസിക്കുന്നവരുടെയും, അതായത് ആക്കിഫ്, അവിടം സന്ദർശിക്കുന്നവരുടെയും അൽബാദി അവകാശങ്ങൾ സമമായിരിക്കുക എന്നതിൻ്റെ ഉദ്ദേശമെന്ത്? ഇതാണ് രണ്ടാമത്തെ പ്രശ്നം. ഖുർആനിലെ പദങ്ങളെ മുൻനിർത്തി മസ്ജിദുൽ ഹറാം കൊണ്ട് ഉദ്ദേശ്യം പള്ളി മാത്രമാണെന്നാണ് ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നത്. അവിടെ വെച്ച് ഇബാദത്തുകൾ നിർവഹിക്കാനുള്ള അവകാശം എല്ലാവർക്കും സമമായിരിക്കുക എന്നാണ് അവകാശ സമത്വത്തിൻ്റെ വിവക്ഷ എന്നും അവർ വ്യക്തമാക്കുന്നു. ഈ തിരുവചനമാണ് അതിന് തെളിവ്. ഓ അബ്ദുമനാഫ് സന്തതികളെ, നിങ്ങളിൽ ആരെങ്കിലും ജനങ്ങളുടെ കാര്യത്തിൽ അധികാരികളായി തീർന്നാൽ പകലോ രാത്രിയോ ഇഷ്ടമുള്ള ഏതു സമയത്തും കഅബാലയത്തെ പ്രദക്ഷിണം ചെയ്യുന്നതിൽ നിന്ന് നമസ്കരിക്കുന്നതിൽ നിന്നും ആരെയും തടയാൻ പാടില്ലാത്തതാകുന്നു. മസ്ജിദുൽ ഹറാം കൊണ്ട് മുഴുവൻ ഹറമും ഉദ്ദേശിക്കുകയും എന്നിട്ട് തദ്ദേശീയർക്കും സന്ദർശകർക്കും അവിടെ തുല്യമായ അവകാശമാണുള്ളതെന്ന് സ്ഥാപിക്കുകയും ചെയ്യുന്നത് തെറ്റാണെന്ന് ഈ അഭിപ്രായത്തിൻ്റെ വക്താക്കൾ വാദിക്കുന്നു. മക്കയിലെ കെട്ടിടങ്ങളിലും ഭൂമികളിലും ഇസ്ലാമിനു മുമ്പ് മുതൽക്കേ ജനങ്ങൾക്ക് ഉടമാവകാശവും അനന്തരാവകാശവും വിൽക്കാനും വാങ്ങാനും വാടകയ്ക്ക് നൽകാനുമുള്ള അധികാരവും ഉണ്ടായിരുന്നു. ഈ അവകാശങ്ങൾ ഇസ്ലാമിന് ശേഷവും അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. മക്കയിൽ ജയിൽ നിർമ്മിക്കുവാനായി ഉമർ 4000 ദിർഹം വില നൽകി സഫ്വാൻ ഇബ്നു ഉമയ്യയുടെ വീട് വാങ്ങിയ സംഭവം ഇതിന് തെളിവാണ്. അതിനാൽ ആരാധനാപരമായ കാര്യങ്ങളിൽ മാത്രമേ സമത്വമുള്ളൂ, മറ്റൊന്നിലുമില്ല. ഇതാണ് ഇമാം ഷാഫിയുടെയും ശിഷ്യന്മാരുടെയും അഭിപ്രായം. മസ്ജിദുൽ ഹറാം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ഹറമു മക്ക മുഴുവനുമാണെന്നത്രേ രണ്ടാമത്തെ വിഭാഗത്തിൻ്റെ അഭിപ്രായം. അവരുടെ തെളിവ് ഇതാണ്. ഈ സൂക്തത്തിൽ നിന്ന് മക്ക മുശ്രിക്കുകളെ ആക്ഷേപിച്ചിട്ടുള്ളത് ഹജ്ജ് നിർവഹണത്തിൽ നിന്ന് അവർ മുസ്ലിങ്ങളെ തടയുന്നു എന്നാണല്ലോ. അവിടെ എല്ലാവർക്കും തുല്യമായ അവകാശമാണുള്ളതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഖുർആൻ അവരുടെ നിലപാടിനെ അധിക്ഷേപിക്കുന്നത്. ഹജ്ജ് മസ്ജിദുൽ ഹറാമിൽ വെച്ച് മാത്രം പൂർത്തീകരിക്കപ്പെടുന്ന ഒരു ആരാധനയല്ല. സഫ, മർവ, മീന, മുസ്ദലിഫ, അറഫ തുടങ്ങി ഒട്ടേറെ സ്ഥലങ്ങൾ ഹജ്ജ് ചടങ്ങുകളുടെ സ്ഥാനങ്ങളാണ്. കൂടാതെ വിശുദ്ധ ഖുർആൻ തന്നെ പലയിടത്തും മുഴുവൻ ഹറമിനെയും ഉദ്ദേശിച്ചുകൊണ്ട് മസ്ജിദുൽ ഹറാം എന്നത് പ്രയോഗിച്ചതായും കാണാം. ഇവിടെ മൗദൂദിയുടെ വിശദീകരണം അനുസരിച്ചും റാസി അവിടെ പറഞ്ഞതനുസരിച്ചും ഈ ഖുർആൻ വാക്യം വലിയ പൊല്ലാപ്പ് സൃഷ്ടിച്ചിട്ടുണ്ട് വിശ്വാസികൾക്കിടയിൽ. കാരണം മുഹമ്മദ് മക്ക കീഴടക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് പറഞ്ഞതാണ് ഇത്. അപ്പോൾ മുഹമ്മദിന് ആവശ്യം അബൂ സുഫ്യാനും കൂട്ടരും മുഹമ്മദിനെ തടഞ്ഞതിനെ ചീത്ത പറയുക എന്ന് മാത്രമായിരുന്നു. അതിനുവേണ്ടിയാണ് അവിടെ ഞങ്ങൾക്കും അവകാശമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആയത്തിറക്കിയത്. പക്ഷെ പിന്നീട് മക്ക കീഴടക്കപ്പെടുകയും ഇതൊരു മതമായി മാറുകയും മക്കയും പരിസരവുമൊക്കെ ഇസ്ലാമിൻ്റെ പുണ്യസ്ഥലമായി മാറുകയും ചെയ്തപ്പോൾ ഈ ഖുർആൻ വാക്യം ആശയക്കുഴപ്പത്തിനിടയാക്കി. കാരണം അവിടെ പിന്നെ വിദേശത്തു നിന്ന് വരുന്നവർക്കും കൂടെ തുല്യ അവകാശമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഹജ്ജിന് പോകുന്നവർക്കും ആഫ്രിക്കയിൽ നിന്ന് ഹജ്ജിന് വരുന്നവർക്കും ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് ഹജ്ജിന് വരുന്നവർക്കും ഒക്കെ മക്കയിൽ മക്കാരുടെ അത്രയും അവകാശങ്ങളുണ്ട് എന്നതിനർത്ഥം വരും. അങ്ങനെ അർത്ഥം കൊടുത്തു കഴിഞ്ഞാൽ അത് ഈ മക്കയും സൗദി അറേബ്യയും ഒക്കെ ഭരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാവും, അവിടുത്തെ ആളുകളെ സംബന്ധിച്ചും ബുദ്ധിമുട്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നിയമങ്ങളും ചട്ടങ്ങളും മാറ്റേണ്ടതുണ്ട്. ആ മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഖുർആൻ വാക്യത്തിന് ഓരോരുത്തരും ഓരോ രീതിയിൽ വ്യാഖ്യാനിച്ചിട്ട് അതിൽ നിന്ന് ശരീഅത്ത് നിയമം കടഞ്ഞെടുത്തിരിക്കുകയാണ്. അങ്ങനെയാണ് പരസ്പര വിരുദ്ധമായ കുറേ തർക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത്. അപ്പോൾ മക്ക എന്ന് പറയുന്ന നഗരം മൊത്തം ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളുടെയും ഒരു പൊതു സ്വത്താണോ? അവിടെ ചെല്ലുന്ന എല്ലാവർക്കും അവിടെ താമസിക്കാനും ആരാധിക്കാനും ഒക്കെ അവകാശമുണ്ടോ? അവിടുത്തെ കെട്ടിടങ്ങൾക്ക് വാടക വാങ്ങാൻ പാടുണ്ടോ ഇല്ലേ എന്നത് പോലും തർക്ക വിഷയമാണ്. കാരണം വാടക പോലും വാങ്ങാൻ പാടില്ല എന്ന് നബി പറഞ്ഞ ഹദീസുകളും മറ്റും ഉദ്ധരിച്ചിട്ടുണ്ട്. അവിടെ കെട്ടിടം സ്വന്തമായിട്ട് വാങ്ങാൻ പാടുണ്ടോ, അവിടെ വിൽക്കാൻ പാടുണ്ടോ എന്നൊക്കെ തർക്ക വിഷയമാണ്. കാരണം ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങൾക്കും വേണ്ടി ഒരു പൊതുവായ എല്ലാവർക്കും തുല്യ അവകാശമുള്ള ഒരു നഗരമാക്കിയിട്ടാണ് മക്കയെ
ഈ ഖുർആൻ വാക്യം പരിഗണിക്കുന്നത് എന്ന് വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ മക്ക ലോകത്തെ എല്ലാ മുസ്ലിങ്ങൾക്കും ഫ്രീ ആയിട്ട് താമസിക്കാനും ഫ്രീ ആയിട്ട് കാര്യങ്ങൾ ചെയ്തു പോരാനും അവിടെ താമസിക്കുന്ന അറബികൾക്കുള്ള എല്ലാ അവകാശങ്ങളും മറ്റ് ഹജ്ജിന് പോകുന്ന ആളുകൾക്കും ഉണ്ടാകുന്ന അവസ്ഥയും ഒക്കെ വരും. അത് പക്ഷേ നടപ്പില്ലാത്ത കാര്യമായതുകൊണ്ട് ഈ ഖുർആൻ വാക്യം വലിയൊരു തലവേദനയായിട്ട് മാറി. ഇങ്ങനെയാണ് ഖുർആനിൽ ഓരോ പ്രശ്നങ്ങളും പിന്നീട് കുലുമാലുകളായി മാറിയത്. കാരണം മുഹമ്മദ് ഓരോ സന്ദർഭത്തിൽ ആ സന്ദർഭത്തിൽ അപ്പം പറയേണ്ട കാര്യങ്ങൾ പറയുക എന്നല്ലാതെ ഇത് പിന്നീട് ആവശ്യം വരുന്ന ഒരു സാധനമാകുമെന്നോ ഇതൊരു ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ അടങ്ങുന്ന ഒരു കാറ്റലോഗോ കിതാബോ ആകുമെന്നോ അതനുസരിച്ച് മുഹമ്മദിന് ശേഷം ലോകത്തെ ആളുകൾ ജീവിക്കേണ്ടി വരും എന്നോ മുഹമ്മദോ മുഹമ്മദിൻ്റെ അള്ളാഹുവോ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ടാണ് മുഹമ്മദ് ഇതൊരു പുസ്തകമാക്കി പോലും ക്രമീകരിക്കാതെ മരിച്ചുപോയത്. കാരണം മുഹമ്മദിന് അതൊന്നും ഒരു വിഷയമായിരുന്നില്ല. മുഹമ്മദിൻ്റെ ചിന്തയിൽ അതൊന്നും കടന്നു വന്നിട്ടുമില്ല. മുഹമ്മദ് ജീവിച്ചിരിക്കുമ്പോൾ മുഹമ്മദിന് ആ പ്രദേശത്തിൻ്റെ അധികാരം കിട്ടുക, അവിടെ മുഹമ്മദിൻ്റെ ഒരു ഏകാധിപത്യ ഭരണം കൊണ്ടുവരിക, എന്നിട്ട് മുഹമ്മദ് ഒരു ഗോത്രത്തലവനായിട്ട് കുറേ ആളുകളെ ഭരിച്ചുകൊണ്ടിരിക്കുക എന്നല്ലാതെ മുഹമ്മദിൻ്റെ മരണശേഷം ഈ സമൂഹം എന്താവണം എന്നതിനെക്കുറിച്ച് പോലും മുഹമ്മദ് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. മുഹമ്മദിൻ്റെ അള്ളാഹുവും ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഖുർആൻ വാക്യങ്ങളിൽ ഈ മാതിരി കുലുമാലുകളെല്ലാം വന്നുപെട്ടത്. ഈ വാക്യത്തിൽ തീർത്ഥാടനത്തിന് പോകുന്ന മുഹമ്മദിനെയും കൂട്ടരെയും തടഞ്ഞ അബൂ സുഫിയാനും കൂട്ടർക്കും അള്ളാഹുവിൻ്റെ കഠിനമായ ശിക്ഷ കിട്ടുമെന്നാണല്ലോ പ്രവചിക്കുന്നത്. പക്ഷേ ചരിത്രത്തിൽ പിന്നെ സംഭവിച്ചത് എന്താണ്? അബൂ സുഫിയാനും അബൂ സുഫിയാൻ്റെ മക്കളും മുഹമ്മദിൻ്റെ ഈ മതത്തെ തന്നെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് കഅബയുടെയും മക്കയുടെയും അറേബ്യയുടെയും ഒക്കെ പൂർണ്ണ അധികാരം കയ്യിൽ വെച്ചുകൊണ്ട് മുഹമ്മദിൻ്റെ കുടുംബത്തെ വേരറുക്കുകയാണ് ചെയ്തത്. മുഹമ്മദിനോട് സമർത്ഥമായി പകരം വീട്ടുകയാണ് ചെയ്തത്. അപ്പോൾ ശിക്ഷ കിട്ടിയത് ആർക്കാണെന്ന് ചോദിച്ചാൽ ചരിത്രം പറയുന്നത് അബൂ സുഫിയാന് ശിക്ഷ കിട്ടിയെന്നല്ല, അബൂ സുഫിയാൻ്റെ മക്കൾക്ക് ശിക്ഷ കിട്ടിയെന്നല്ല, മുഹമ്മദിനും മുഹമ്മദിൻ്റെ സന്തതി പരമ്പരകൾക്കും അബൂ സുഫിയാനിൽ നിന്ന് ശിക്ഷ കിട്ടി എന്നതാണ് ചരിത്രം നമ്മളോട് പറയുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ പൊളിഞ്ഞുപോയ ഒരു പ്രവചനമായിട്ട് ഈ വാക്യത്തിലെ അവസാനത്തെ വാക്കുകളെ നമുക്കെടുക്കാം. മുഹമ്മദിനെയും സംഘത്തെയും ഹുദൈബിയ സന്ധിയുടെ സമയത്ത് കഅബയിൽ ആരാധിക്കുന്നതിൽ നിന്ന് തടഞ്ഞ അബൂ സുഫിയാന് അള്ളാഹുവിൻ്റെ വക കഠിനമായ ശിക്ഷ ലഭിക്കുമെന്ന അള്ളാഹുവിൻ്റെ ഈ പ്രവചനം പൊളിഞ്ഞ് പാളീസാവുകയും അബൂ സുഫിയാൻ തന്നെ മുഹമ്മദിനെ ശിക്ഷിക്കുകയും ചെയ്യുന്ന ചരിത്രമാണ് പിന്നീട് സംഭവിച്ചത്. ഇനി നമുക്ക് ഈ കഅബ പിടിച്ചടക്കുന്നതിന് വേണ്ടി കഅബയിലെ വിഗ്രഹാരാധന പൂർണ്ണമായും നുള്ളിപ്പെറുക്കി ഇസ്ലാമിൻ്റെ ആരാധനയാക്കി മാറ്റുന്നതിന് വേണ്ടി മുഹമ്മദ് മെനഞ്ഞ നുണക്കഥയും അതിൻ്റെ ചരിത്രപരമായ വസ്തുതകളും വിശദീകരിക്കാം അടുത്ത വാക്യം മുതൽ. കാരണം ഇനി ഇബ്രാഹീമിൻ്റെ കഥ പറഞ്ഞുകൊണ്ടാണ് അടുത്ത വാക്യം തുടരുന്നത്. മുഹമ്മദ് എന്തിനാണ് ഈ ഇബ്രാഹീമിൻ്റെ കഥ ഇവിടെ കൊണ്ടുവന്ന് ഒട്ടിച്ചു ചേർത്തത്? അത് വസ്തുതകളുമായിട്ടോ ചരിത്രവുമായിട്ടോ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള എന്തെങ്കിലും ബന്ധമോ ഉണ്ടോ എന്ന് നമുക്ക് അടുത്ത വാക്യം വായിച്ചുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ വിശദമായി പരിശോധിക്കാം.